എന്ത് മോളെ കാര്യം ആലോചിക്കുമ്പോ ഒരു സങ്കടമാണ് കേട്ടോ. സ്കൂള് വിട്ടു പിന്നെ ഫുൾ മാർക്ക് വാങ്ങാനാണല്ലോ ആലോചിക്കുമ്പോൾ സമാധാനം സന്തോഷമുണ്ട്. ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് വന്നിട്ടുണ്ട് 10ല് 10. ഹലോ ഗൈസ്, ഇന്നൊരു നൈറ്റ് വ്ലോഗാണ്. ഞങ്ങളിപ്പോൾ പൂക്കോട്ടുംപാടം ടൗണിലാണ്. അപ്പോൾ ചേച്ചിക്ക് സ്കൂളുണ്ടായിരുന്നു, ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ചേച്ചീനെ ഇങ്ങോട്ട് വരാൻ ഞാൻ കാത്തിക്കാണ്. പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്നാക്സ് ഒക്കെ യെസ്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് വന്നത്. ഇപ്പോൾ ചേച്ചി വരുമ്പോൾ കാണാം എപ്പോഴാണ് വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 7 മണിയാണ്. ചേച്ചീൻ്റെ ക്ലാസ് ഈവനിങ് ക്ലാസ് കഴിയുകയാണെങ്കിൽ 6 മണിയാവും. പിന്നെ ഉണ്ട് ഫ്രണ്ട്സ്, ഒരു ബസ് വന്നിട്ടുണ്ട്. ചേച്ചി നൈറ്റ് വ്ളോഗ് ഞങ്ങൾ ഇൻട്രോ ഒക്കെ പറഞ്ഞു. ഇൻട്രോയോ ഇൻട്രോക്കെ ഞങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെ തിരക്കുണ്ടായിരുന്നു ബസ്സിൽ? ഉണ്ടായിരുന്നോ? ക്ഷീണിച്ചോ? ഇന്നെന്തായിരുന്നു സ്നാക്ക്? ഫ്രണ്ട്സ്, ഇവനെന്നും ഈവനിങ് ക്ലാസ് കഴിയുമ്പോഴാണോ സ്നാക്സ് തരിക? തുടങ്ങുമ്പോഴാണ് തരാ. കഴിഞ്ഞ പ്രാവശ്യം ദേവന് 5 മോമോസ് കിട്ടി ഫ്രണ്ട്സ്. 2 കിട്ടിയോ? ഒരെണ്ണം തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഒന്നൂടെ പറഞ്ഞു. എന്റെ ഓരോട് ഓടിച്ചെന്ന് ഞാൻ നോക്കുമ്പോ ഒന്നുമില്ല. അതില് ശിവാനിന്റെ കയ്യിൽ 2 എണ്ണം. അപ്പൊ എടി ഒന്ന് തരുവച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാ ആരുടെ തന്നു. അതിൽ ഞാൻ 2 എണ്ണം എല്ലാരും 2 എണ്ണം കഴിച്ചു. പോയാലോ? ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതാണ് ഞങ്ങൾ ടൗൺ അല്ലേ. പപ്പയും ദിയമോളും കപ്പ് ന്യൂഡിൽസ് വാങ്ങാൻ പോയതാണ്. ഞാൻ രാവിലെ ന്യൂഡിൽസ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. Which is the cup noodles? കൊറിയനോ? ഇതെന്താ? പാസ്ത ആണല്ലേ. എനിക്ക് ഇത് നല്ല എരിവുണ്ടോ? ഏത്? ഗായ്സ്, ഇവിടെ ഇല്ലേ? ഓ, എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇത് ചെറുത് കുനാഫിന്റെ 20. 2 മതി. ഫ്രണ്ട്സ്, ദിയമോൾ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്, സ്നാക്സ് അങ്ങനത്തത്. പിന്നെ അമ്മയ്ക്ക് ശർക്കര വരട്ടി ഇഷ്ടമാണ്. അപ്പൊ ശർക്കര വരട്ടി വാങ്ങുന്നുണ്ട് കേട്ടോ. കൈപ്പഞ്ഞ വറുത്തതല്ലേ അത്? അതവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? നമുക്ക് ഇഷ്ടം ഞാൻ വാങ്ങിയതാ, പക്ഷെ അവൾ തിന്നില്ല. അവളെ വീട്ടിലുണ്ടാക്കണതാണ് അത്രയൊക്കെ ഇഷ്ടം. മറ്റേ അമ്മമ്മക്ക് ഉണക്കി വറുത്ത് കൊടുക്കൂലേ? രാവിലെ അപ്പം ഏറ്റവും നല്ലത് അറിയോ? 10 രൂപേൻ്റെ ഇല്ല ചെറിയ പാക്കറ്റ്, അത് 2 വാങ്ങി വെച്ചാൽ മതി. അതാണ് ഉണ്ടാക്കി രാവിലെ കഴിക്കാനപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പ് നൂഡിൽസ് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സമയം 7:25 മോളെ കാണാല്ലോ. നമ്മളെ കാണില്ല. ഞങ്ങൾ പോവാൻ നിൽക്കുന്നു തന്നെ അവിടെ ഇട്ട്.
ഞാൻ അവിടെ ഋതികാതിക്കാൻ ഫ്രണ്ട്സ് ദിയമ്മക്ക് നാളെ സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം മിക്സ് ആക്കി നമുക്കൊരു ആഴ്ച ഹെൽത്തി സ്നാക്ക് ഡേ ആണ്. അതെ, ദിയമ്മക്ക് ഒരാഴ്ച ഹെൽത്തി സ്നാക്ക് ഡേ ആണ്. ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോ ചെയ്യുന്നു, ഇന്നലെ പഴയുന്നു. അപ്പം നാളെ ഫ്രൂട്ട് സലാഡാണ്. പിന്നെ അതേമാതിരി ഒരു ദിവസം സാമ്പാർ ഇഡലിയാണ്. ആണോ? അങ്ങനെ എന്തൊക്കെയുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഇതൊക്കെ മറ്റേ ഈവനിങ് ആ ക്ലാസ്. അതാണ് നിങ്ങൾക്ക് ഹെൽത്തി തന്നെയല്ലേ കിട്ടല്. നിങ്ങളാണ് മെയിൻ ആൾക്കാർ. ഞങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ്. അണ്ടക്ക മണ്ടക്കട്ട മടി മഡിസ്കട്ടക്കണ ടോക്കട്ടക്കണ അലി മുലീസേ ഡാഷ് കിട്ടോണേ ഡാഷ്. എന്ത്? ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എന്താ പറഞ്ഞതാ ദേവമോള് വരുന്ന സമയം കണ്ടോ? സ്കൂള് വിട്ടിട്ട് രാവിലെ 8:30 പോണ മോളാ. എന്റെ സ്നാക്ക് വാങ്ങി. നാളെ മോൾക്ക് ഫ്രൂട്ട് സലാഡാണ് ഹെൽത്തി ആണ്. കുറച്ച് ഫ്രൂട്ട്സ് ഓരോന്നോരോന്ന് മിക്സ് ചെയ്ത് വാങ്ങി. ആണോ? എല്ലാം ഓരോന്ന്. പിന്നെ വേറെ സംഭവം വാങ്ങി. ഓ മൈ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് സാധനം But you have 2 pieces only. അമ്മക്ക് കഷ്ണങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞു. ആണോ? കേറ് കേറ്. ശർക്കര വരട്ടി. എന്റെ ചേട്ടായി എപ്പോഴും പുറത്തു പോയി എനിക്ക് ശർക്കര വരട്ടി ഉണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് ആണ് ശർക്കര വരട്ടി. തുടങ്ങിയ ശർക്കര നിർത്തിയിട്ടില്ല. ആഴ്ചയിൽ ഒരു വട്ടയിലും വാങ്ങും ശർക്കര വരട്ടി. ദേവുമോളെ കാര്യം ആലോചിക്കുമ്പോ ഒരു സങ്കടമാണ് കേട്ടോ. സ്കൂള് വിട്ടു പിന്നെ ഫുൾ മാർക്ക് വാങ്ങാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോ സമാധാനം സന്തോഷമുണ്ട്. കേറി വാ. നാളെ ഉണ്ടോ ക്ലാസ്? ആണോ? അതെ, എന്നാ കേറി വാ. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോ 2 ലീവ് ആണോ? ടോട്ടലി തീർന്നോ? പിന്നെ ഇല്ല. ഇത് നമ്മുടെ നിക്കിയാണ് കേട്ടോ. നിക്കി മോൾക്ക് എക്സാം ഈ മാസം തുടങ്ങും. ഡിസംബർ 10 നിക്കിന്റെ എക്സാം ആണ്. അന്ന് നിക്കിയുടെ ബർത്ത്ഡേ ആണ് ഡിസംബർ 10. ഡിസംബറിലെ നായിക. അതെ, ഡിസംബറിലെ നായികയാണ്. ഞങ്ങള് നിക്കിന്റെ ഡോഗ് കേക്ക് ഈ മാസം 17-ാം തീയതി നിക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, ബ്ലാക്കി. ആണോ? അപ്പൊ നവംബർ 17-ാം തീയതി ബ്ലാക്കിയുടെ ബർത്ത്ഡേ. ഞാൻ പറഞ്ഞതാ ഇന്ന് ആരുടെയൊക്കെ ബർത്ത്ഡേ പറയില്ല, പക്ഷെ ഇന്ന് ഏതൊക്കെ ഡേറ്റിന് ബർത്ത്ഡേ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം. നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, പിന്നെ 14-ാം തീയതി ഒരു ബർത്ത്ഡേ ഉണ്ട്, 17-ാം തീയതി ബർത്ത്ഡേ, 18-ാം തീയതി ബർത്ത്ഡേ, 20-ാം തീയതി ബർത്ത്ഡേ, 27-ാം തീയതി ബർത്ത്ഡേ, 28-ാം തീയതി ബർത്ത്ഡേ. 28-ാം തീയതി നമ്മുടെ അമ്മമ്മേന്റെ ബർത്ത്ഡേ. 27 ഡിസംബർ 20. നവംബർ 27 ബർത്ത്ഡേ, ഡിസംബർ 27 മറ്റേ പിറന്നാളായിരുന്നു. ഡിസംബർ 29 ഞങ്ങൾക്ക് വേറെ ബർത്ത്ഡേ. അതെ അതെ അതെ. ഡിസംബർ 29 എന്റെ ബർത്ത്ഡേ തുടങ്ങും, പിന്നെ ജനുവരി 8 തീരുള്ളൂ. ഒറ്റവട്ടം പറഞ്ഞ ഒറ്റവട്ടം ഈ ഒറ്റവട്ടം പറഞ്ഞ് പഠിത്തത്തിന് തലേക്കറാണെങ്കിൽ ഞാന് എഴുതുന്നതാണല്ലേ മറ്റേ കേരളത്തിൽ ഇന്ന ചരിത്രം ഏത് വർഷമാണ് നമുക്ക് ചോദിക്കുമ്പോ ബർത്ത്ഡേ മാത്രം ഓർത്തിരിക്കും. ഗാന്ധിജിന്റെ ബർത്ത്ഡേ ആണ്. മഹാത്മാഗാന്ധിന്റെ ഒക്ടോബർ 2. അങ്ങനെ ചോദിക്കാം. ഓഗസ്റ്റ് 15 പറയാൻ വരെ. ഗാന്ധിജിന്റെ ബർത്ത്ഡേ. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിക്ക് മോമോസ് 5 കിട്ടി, 2 കിട്ടിയുള്ളൂ. പോയി ഇനിയിപ്പോ ആ ലഞ്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഗൈസ്
ഞാൻ ഈ ലഞ്ച് ബോക്സ് അവിടെ എടുത്ത് വെക്കണം, പിന്നെ കവർ അവിടെ വെക്കണം, എന്നിട്ട് കഴുകി വെക്കണം. ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ ഇതാ ഈ ഒരു ഒട്ടിക്കുന്ന സാധനം ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിയത് എനിക്കറിയില്ല. ഫ്രണ്ട്സ്, ഞാൻ മലയാളത്തിൻ്റെ റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എക്സാമാണ്. ഫസ്റ്റ് എക്സാമിന് ഞാൻ മലയാളത്തിൻ്റെ എക്സാമിന് ഞാൻ ഫസ്റ്റ് എക്സാമിന് പോയിട്ടില്ല. സെക്കൻഡ് എക്സാമിന് നല്ല സിമ്പിൾ ആയിരുന്നു. രണ്ട് ചാപ്റ്റേഴ്സേ ഉള്ളായിരുന്നു. നല്ല സിമ്പിളായിരുന്നു. ഫുൾ മാർക്ക് കിട്ടിയിരുന്നു എനിക്ക്. ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു വേവാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്യും. അവിടെ ദേവുവിന്റെ റൂമിന്റെ വാതിൽ തുറന്നിരിക്കും, തന്നെ തുറന്നു. നമ്മളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. പുളിയോ? അതതിന്റെ ടേസ്റ്റ് ആയിരിക്കും. മറ്റേ ഞാൻ വാങ്ങിയ നല്ലൊരുണ്ട്. ഫ്രണ്ട്സ്, ഞാനപ്പം ഫ്രഷായി വന്നു. 8:05 സമയം. ഇപ്പൊ തന്നെ 8:05 കടക്കാനായി. സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് ചിലവർക്ക് 9 മണിക്കാ വീട്ടിലെത്തല്. ആണോ? അവരെ ട്യൂഷനൊക്കെ കഴിഞ്ഞ്. എങ്ങനെ ക്ഷീണുണ്ടോ ഇത്രയും നേരം സ്കൂളിൽ? ഇന്നലെ പെരും തലവേദന. സ്കൂളിൽ നിന്നും ഉണ്ടായിരുന്നു തലവേദന. പക്ഷെ ഇന്ന് വലിയ തലവേദന അല്ല. നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് തലവേദന ടൈമിൽ നടന്നു പഠിക്കാൻ പറ്റൂല. മറ്റേ ഞാൻ പുറത്ത് സിറ്റ് ഔട്ട് അല്ല മുറ്റത്ത് കൂടെ നടന്നല്ലേ പഠിക്കല്. തലവേദന പോർഷൻസ് ഒക്കെ തീർന്നോ? പഠിച്ചു തീർന്നോ ഒക്കെ കഴിഞ്ഞിട്ടില്ല. എന്താണത്? ഇന്നലെ മലയാളം പീരീഡ് ഞാനും ശിവാനി ഒരു ബെഞ്ചിലാണ് ഇരിക്കണത്. മലയാളം പീരീഡ് മാത്രം. അപ്പൊ അതില് ആ ടൈമില് ഞങ്ങൾക്ക് എന്തേലൊക്കെ പറയുള്ളൂ. അപ്പം അവള് പറഞ്ഞു, എന്ത് ഈവനിങ് വ്ലോഗ് അല്ല സ്റ്റഡി വ്ലോഗ് എടുക്കാത്തത്. ഈ ആയിക്കോട്ടെ കേട്ടോ, ഇപ്പൊ എത്രമാനം പെട്ടപ്പ അറിയണത്. ഫ്രണ്ട്സ്, ഞങ്ങള് മൈക്ക് വാങ്ങിട്ടോ. അതാണ് ഇപ്പൊ അടുത്തുള്ള വീഡിയോയിലൊക്കെ ഒരു നീല ലൈറ്റ് കൊണ്ട് അങ്ങനെ കാണും. നീലല്ലേ പച്ച ലൈറ്റ് കാണും. മറ്റേ പ്രാങ്കിന്റെ വീഡിയോയിലാണ് നമ്മള് ഫസ്റ്റ് പ്രാങ്ക് കൊടുക്കുന്ന വീഡിയോയിലാണ് ഫസ്റ്റ് ഈ മൈക്ക് ഉപയോഗിക്കണത്. മൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ വലിയ മൈക്ക്. ഞാൻ ഷോർട്ട് ഫിലിമിൽ വരുന്ന മൈക്ക് ഉണ്ട്. അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇതിൽ കണക്ട് ചെയ്യാനും കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മള് പെട്ടെന്നായിരിക്കും ഒരു വ്ലോഗ് എടുക്കുന്നത്. അപ്പൊ പിന്നെ അർജു എപ്പോഴും പറയും എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പറയും സൗണ്ട് കമ്മിയായിട്ട് അവനിങ്ങനെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഫിൽറ്ററൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ചില സമയത്ത് നമ്മൾ പുറത്ത് പാട്ടൊക്കെ വെച്ച സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പറയണൊന്നും കേൾക്കില്ല. അപ്പം ഞങ്ങളതൊന്ന് വാങ്ങി. മറ്റേ ഇപ്പൊ ഒരുവിധം യൂട്യൂബേഴ്സിനൊക്കെ ഇവിടെ കാണാമല്ലോ. എനിക്ക് റൗണ്ടിലുള്ളൊരു മൈക്കാണ് അത്. അതിന്റെ തന്നെ ഒരു വേറെ മോഡൽ ഞങ്ങൾ വാങ്ങിയാണ്, ഹോളിലാൻഡ്. നല്ല മൈക്കാണ്. ഇന്നലെ തന്നെ അത് വാങ്ങിയിട്ട് തന്നെ പിന്നെ മൈക്കില്ലാതെ കുറെ വീഡിയോ ചെയ്തു. സത്യം പറഞ്ഞാൽ അർജു വാങ്ങിച്ചതാണ്. അർജുന്റെ ചാനലിൽ ഇടാൻ വേണ്ടിട്ട്. പക്ഷെ നോക്കിയപ്പം അവന്റെ ഐഫോണിന്റെ പിന്നല്ല അതിന്റെ. അപ്പം നമുക്ക് ഏതായാലും വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ വാങ്ങി. ഇവിടെ സമ്മാർ വീഡിയോ നേരെ തിന്നാൻ തുടങ്ങി. ഞാൻ പറയുന്ന ടൈമില് ഇറക്കണ ശബ്ദം ഇങ്ങനെ കേക്കാം. കൂർക്ക, കിഴങ്ങ് മെഴുക്കുവരട്ടി, പക്ഷെ ലോഡഡ് ഫ്രൈസ് ഇഷ്ടമാണ്. പിന്നെ കിഴങ്ങ് നീളത്തിൽ പൊരിച്ചതും ഇഷ്ടമാണ്, വട്ടത്തിൽ പൊരിച്ചതും ഇഷ്ടമാണ്. പക്ഷെ മെഴുക്കുവരട്ടി ഇഷ്ടമല്ല. അതുകൊണ്ട് ദേവ് കൂർക്ക എടുക്കില്ല. ഫ്രണ്ട്സ്, ഞാൻ EVS ടെസ്റ്റിൽ മാർക്ക് വന്നിട്ടുണ്ട്. ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് വന്നിട്ടുണ്ട്. 10ൽ 10. അഞ്ചിന്റെ താഴത്തുള്ളൂ. അപ്പം അമ്മ ആണോന്ന് നൈസായിട്ട് എന്നോട് ചോദിച്ചപ്പോ ഞാൻ നൈസായിട്ട് ആന്ന് പറഞ്ഞത്. നോർത്തി പിടിച്ചേ. വെരി ഗുഡ്. അമ്മേന്റെ മുത്താണിത്. ഫ്രണ്ട്സ്, ദിയമോള് ഭയങ്കര പഠിത്തമാണ് ദിയമോള്. ഏതാ പഠിക്കുന്നേ? മലയാളോ? ഫ്രണ്ട്സ്, ഞാൻ പഠിക്കുകയാണ്, ബയോളജി പഠിക്കുകയാണ്. പ്രിന്റ് എടുത്ത് പഠിക്കുകയാണ് കേട്ടോ.
ഗ്രൂപ്പിൽ മിസ് അയച്ചിട്ടുണ്ടായിരുന്നു 2-3 PDF. അതിൽ ഒരു PDF ആണ് ഞാനന്ന് അടുക്കളയിൽ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ അതിലത്തെ വേറൊരു PDF പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ പഠിക്കുകയാണ് ഗായ്സ്. അപ്പം ഇത് ഏകദേശം തീരാനായി. അപ്പം 10 മണി ആവാനായിട്ടോ. സമയം ഉറക്കമൊക്കെ വരുന്നുണ്ട്, തലയൊക്കെ വേദനിക്കുന്നുണ്ട്. പണ്ടാരടങ്ങി ആകെ കിളി പാറി ബോധം കെടാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാൻ അത്രയും ഒരുമാതിരി ഒരു ഭ്രാന്ത് ഗൈസ്. അത്രയും അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതുവരെ പഠിച്ചിട്ടില്ല. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഇതുവരെ ഞാനിങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം 10ാം ക്ലാസ് എത്തുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇനി പിന്നെ മോഡൽ എക്സാം തുടങ്ങിക്കഴിഞ്ഞ് ഉച്ച വരെ ഉള്ളൂ ക്ലാസ്. 12:45 വരെ ക്ലാസ് അല്ല, എക്സാം 12:45 വരെ, 9:30 മുതൽ അങ്ങനെ. കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോരുന്നു. അപ്പം പിന്നെ ഉച്ചയ്ക്ക് വിടുമല്ലോ. അപ്പം നമ്മുടെ നൈറ്റ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.